ഗുരുവായൂർ തിരുനാവായ റെയിൽപാത പദ്ധതി വീണ്ടും സജീവമായതോടെ യാത്രക്കാർക്ക് പ്രതീക്ഷയേറുന്നു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഗുരുവായൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് തൃശൂർ വഴി പോകേണ്ടതില്ല. 38 കിലോമീറ്റർ നീളമുള്ള പാത കനോലി കനാലിന് സമാന്തരമായി പൂർത്തിയാക്കാനാണ് ആലോചന. ഇതോടെ പൊന്നാനി പ്രധാന റെയിൽവേ സ്റ്റേഷനാകാനും സാധ്യതയുണ്ട്. ഗുരുവായൂർ, പൊന്നാനി, തിരുനാവായ സ്റ്റേഷനുകളിൽ കൂടുതൽ ട്രെയിനുകൾ നിർത്തുന്ന സാഹചര്യവും ഇതിലൂടെയുണ്ടാകും. മുമ്പ് താനൂർ ഗുരുവായൂർ പാതയായി പരിഗണിച്ച പദ്ധതി ജനവാസം കൂടുതലായതിനാൽ മാറ്റി തിരുനാവായ ഗുരുവായൂർ പാതയാക്കുകയായിരുന്നു. ഭൂതല സർവേക്ക് ശേഷം പുതുക്കിയ ചെലവ് കണക്കാക്കും. പദ്ധതി പ്രഖ്യാപന വേളയിൽ 137 കോടി രൂപയായിരുന്നു പ്രതീക്ഷിച്ച ചെലവ്. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേത്ര നഗര വികസന നയത്തിന്റെ ഭാഗമായി വാരണാസി, കത്ര തുടങ്ങിയ നഗരങ്ങളിൽ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചതുപോലെ ഭാവിയിൽ പ്രധാന ക്ഷേത്ര നഗരങ്ങളിൽ നിന്ന് ഗുരുവായൂരിലേക്കും കൂടുതൽ ട്രെയിൻ സർവീസുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പാത യാഥാർത്ഥ്യമാകുന്നതോടെ ഷൊർണൂർ, തൃശൂർ, ഷൊർണൂർ, എറണാകുളം പാതകളിലെ തിരക്കും കുറയും. മലബാറിലേക്കുള്ള യാത്ര കൂടുതൽ എളുപ്പമാകുന്നതാണ് പദ്ധതിയുടെ പ്രധാന നേട്ടം. ഈ ചാനൽ പൊന്നാനി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.